ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. എല്ലാവർക്കും സുഖമാണ്, നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്ന വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ കുക്കിംഗ് വീഡിയോ ആയിട്ടോ. ഞാനല്ല, അച്ഛൻ ഉണ്ടാക്കുന്നു. അച്ഛൻ സ്പെഷ്യൽ മീൻ കറി കപ്പ എന്നിട്ട് വീട്ടിലോട്ട് കിടക്കാം കേൾക്കാം ആദ്യം. അപ്പോൾ ഗൈസ് ഞാനേ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ അതിനകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടാ മീൻകറി വെക്കും എന്നുള്ളത്. നന്നായിട്ട് കുക്ക് ചെയ്യും, മീൻകറി അടിപൊളിയായിട്ട് വെക്കുമെന്ന്. അപ്പം അതിനകത്ത് ഇങ്ങനെ 1-2 പേര് പറഞ്ഞു മീൻകറിയുടെ വീഡിയോ വേണമെന്ന്. ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം അവധിക്ക് വന്ന സമയത്ത് എന്നോട് പറഞ്ഞു ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. കപ്പയും മീൻകറി. കപ്പ ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നു, പക്ഷേ ചേട്ടൻ കപ്പയും മീൻകറിയാണെന്ന് ഉണ്ടാക്കി വെച്ചത്. എനിക്കെന്ന് അവധിയില്ലായിരുന്നു, പൊന്നൂന് അവധി ഉണ്ടായിരുന്നു. പൊന്നും ചേട്ടനും കൂടെ ഉണ്ടാക്കിയത്. അവൾ വീഡിയോ പിടിച്ചു കൊടുത്തു, ചേട്ടൻ ഉണ്ടാക്കി. അപ്പോൾ കപ്പ ഉണ്ടാക്കുന്ന ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. പിന്നെ മീൻകറി ചേട്ടൻ്റെ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ കാര്യം പറയട്ടെ. ഞങ്ങൾക്ക് 500 സബ്സ്ക്രൈബേഴ്സ് കടന്നു കേട്ടോ. ഭയങ്കര സന്തോഷമാണ്. ഞാൻ വിചാരിച്ചില്ല ഇത്രയൊക്കെ ആകുമെന്നുള്ളത്. കാരണം മെല്ലെ മെല്ലെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തില്ല എനിക്ക് ഇപ്പോഴും ഒന്നും 500 ആകുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. എന്താണേലും എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സായി. ഇനി അത് പെട്ടെന്ന് തന്നെ 1000 ആവട്ടെ. അതുപോലെ 4000 വാച്ച് അവർ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എൻ്റെ ഈ ഒരു ഫാമിലിയോട്ട് വന്ന ഈ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അതിൻ്റെ ഉള്ളിൽ തട്ടിയിട്ടുള്ള സ്നേഹവും സന്തോഷവും ഒക്കെ അറിയിക്കുകയാണ്. ഇപ്പം തരുന്ന സപ്പോർട്ടൊക്കെ നിങ്ങൾ ഇനിയും ഞങ്ങൾക്ക് തരണം. അപ്പോൾ എങ്ങനെയുള്ള വീഡിയോസാണ് വേണ്ടത്, നിങ്ങൾക്ക് എങ്ങനത്തെയാണ് ഇഷ്ടം എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ മാറ്റമൊക്കെ വരുത്തിയിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്താണേലും ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര സ്നേഹമാണ് നിങ്ങളോടൊക്കെ. ഇനിയും മുന്നോട്ട് ഞാനതൊക്കെ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ മീൻകറിയും കപ്പയും തകൃതിയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കപ്പ അവിടെ വേവിക്കാനായി. നമ്മുടെ കുഞ്ഞാപ്പൂ എനിക്ക് എപ്പോൾ തരും എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിരിപ്പുണ്ട്. അപ്പം മീൻകറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് ചോദിച്ചാൽ, ആദ്യം എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് ഉലുവയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് പേസ്റ്റാക്കി എടുക്കുന്നു. അതിനുശേഷം എണ്ണ ഒഴിച്ച് ഉലുവയും കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകിട്ട് നന്നായിട്ട് വഴറ്റി നമ്മുടെ ഈ അരച്ച് വെച്ചിരിക്കുന്ന മിശ്രിതം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വാളംപുളി വാളംപുളിയല്ല കൊടംപുളിയും വെള്ളത്തിലിട്ട് വെച്ചല്ലോ, ആ വെള്ളവും കൊടംപുളിയും കൂടി ഇതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആ മസാലയുടെ പച്ചമണവും കാര്യങ്ങളൊക്കെ പോയി ഒന്ന് മിക്സായി കഴിയുമ്പോഴേക്കും ആവശ്യത്തിന് വേണ്ട ഉപ്പും ആവശ്യത്തിന് വേണ്ട വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻകറി ഇടുക. ഉപ്പ് പുളിയൊക്കെ ഓരോരുത്തരുടേതായ അളവാണല്ലോ. അപ്പം അളവിനനുസരിച്ച് ഉപ്പും പുളിയൊക്കെ സെറ്റാക്കിയിട്ട് ഈ മീനും ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുക. അങ്ങനെ ഇത് ഒരു കുറുകിയൊരു പരുവാവുമല്ലോ. നമ്മളിവിടെയൊക്കെ നല്ല കുറുകിയ രീതിയിലാണ് ചാറുണ്ടാവുക. അപ്പോൾ ആ രീതിയിലൊക്കെ ആകുമ്പോഴേക്കും എന്ത് ചെയ്യുക, അതിനകത്ത് കുറച്ചുകൂടെ കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അടച്ചവിടെ വെക്കുക കുറച്ച് നേരം അനക്കാതെ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴേക്കും അടിപൊളിയായിട്ടുള്ള മീൻകറി അവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഇത് ചേട്ടൻ്റെ അവിടെ ഹോട്ടലിൽ ഉണ്ടാക്കുന്നതെന്ന് എന്നോട് പറഞ്ഞത്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ കഴിച്ചു നോക്കി. ഞാൻ വൈകിട്ടാണ് വരുന്നത്. വൈകിട്ട് ഞാൻ വന്നപ്പോഴേക്കും മീൻകറിയും കപ്പയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്ന പോലെയല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. ചേട്ടൻ വേറെ രീതിയിലാണ് ഉണ്ടാക്കാറ്. ഇത് മാറ്റി പിടിച്ചാണ്. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പറയാൻ പറ്റത്തില്ല, ഈ രീതിയിൽ ഉണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. വേറെ രീതിയിലായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ്. ഇത് കണ്ടോ, അതിൻ്റെ കളറ് കണ്ടോ, എന്നാ സൂപ്പറാ, കാണാൻ തന്നെ ഒടുക്കത്തെ ഭംഗിയുണ്ട്, അതുപോലെ ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ പറയണം, ഞങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. ഇനി ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇനി മീൻ മേടിക്കുമ്പം കപ്പയും മീനൊക്കെ മേടിക്കുന്ന സമയത്ത് കപ്പ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കുക. മീൻകറി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റിൽ വന്ന് പറയണം. നമുക്ക് എല്ലാ രീതിയിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് എപ്പോഴും നല്ലതല്ലേ. അപ്പോൾ ഉണ്ടാക്കിയവരാണെങ്കിൽ അത് ഉണ്ടാക്കിയിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുക. ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് അതും എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. ഇപ്പം ചേട്ടൻ്റെ ആ ഒരു ഇത് കണ്ടോ, ഞാൻ എല്ലാം തീർത്തു, ടാസ്ക് തീർന്നു എന്നുള്ള അതിൻ്റെ ഒരു സന്തോഷമാണ് ഇപ്പം നിങ്ങൾ കണ്ടോ കേട്ടോ. ഈ മീൻകറി കണ്ടോ, അത് കാണുമ്പോൾ തന്നെ അറിയത്തില്ല എന്ത് ടേസ്റ്റ് ആയിരിക്കുമെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.